ഫാർമസിസ്റ്റ് എക്സാംസിന് പ്രത്യേകിച്ച് കേരള PSC പോലുള്ള ഫാർമസിസ്റ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ആന്റിബയോട്ടിക്. ഈ ഒരു മോളിക്യൂളിലെ കംപ്ലീറ്റ് മോളിക്യൂളിന്റെയും കുറച്ചും കൂടി ഹൈലി ബേസിക് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പോർഷൻസും ഈ ഒരു സ്ട്രെപ്റ്റിഡിനിലാണ് വരിക. ഈ ഡ്രഗ് എങ്ങനെയാണ് ഈ ഡ്രഗ് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Drug enters the bacterial cell through an oxygen dependent transport system. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നോക്കാം. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഓട്ടോടോക്സിറ്റി അല്ലെങ്കിൽ ഇയർ ടോക്സിറ്റി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമസിസ്റ്റ് എക്സാംസിന് പ്രത്യേകിച്ച് കേരള PSC പോലുള്ള ഫാർമസിസ്റ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ആന്റിബയോട്ടിക്സ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡ്രഗാണ് സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഡ്രഗിനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറിൽ അതിൽ എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 3 ഏരിയാസ് അല്ലെങ്കിൽ 3 പാർട്സ് ഉണ്ട് സ്ട്രെപ്റ്റോമൈസിന്. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് സ്ട്രെപ്റ്റോമൈസിൻ വരുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ആഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെപ്റ്റോമൈസിൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോമൈസസ് ഗ്രൈസിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് അത് ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ബിലോങ്സ് ടു ദി മെമ്പർ ഓഫ് അമിനോഗ്ലൈക്കോസൈഡ് ക്ലാസ്. അമിനോഗ്ലൈക്കോസൈഡ് ടൈപ്പ് ഓഫ് ആന്റിബയോട്ടിക്കിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ് ക്ലാസ്സിലെ ആന്റിബയോട്ടിക്കിൽ വരുന്നതാണ് ഈ ഒരു സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട കാര്യം എന്താണ്, ഇവിടെ സ്ട്രെപ്റ്റോമൈസിൻ ഈസ് എ നാച്ചുറൽ ആന്റിബയോട്ടിക് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസസ് ഗ്രൈസിസിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇറ്റ് ബിലോങ്സ് ടു അമിനോഗ്ലൈക്കോസൈഡ് ക്ലാസ് അല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഈ ഒരു ആന്റിബയോട്ടിക് ഇറ്റ് ഈസ് ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കെതിരെ ആക്റ്റീവ് ആണ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെ ആക്റ്റീവ് ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, മൈക്കോ ബാക്ടീരിയ അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്ന മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിനെതിരെയും ഈ ഒരു സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാം നെഗറ്റീവിന്റെ കേസിലാണെങ്കിൽ ഈക്കോലി, ക്ലബ്സീല, ബ്രൂസെല്ല, എർസീനിയ പെസ്റ്റിസ് പോലെയുള്ള ഓർഗാനിസത്തിനെതിരെയും, ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സം സ്റ്റഫേലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസിനെതിരെയും ആക്റ്റീവ് ആണ്. മൈക്കോബാക്ടീരിയ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, എന്താണ് നമ്മുടെ ട്യൂബർക്ലോസിസ് കോസിങ് ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. അപ്പോൾ അതിനെതിരെയും ഈ ഒരു സ്ട്രെപ്റ്റോമൈസിൻ ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് സ്ട്രെപ്റ്റോമൈസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് 3 കളേഴ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് 3 കളേഴ്സിനെയും 3 പാർട്സ് ആക്കിയിട്ട് തിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലൂ കളർ ആയിട്ട് വരുന്ന ഒരു റീജിയൻ നമുക്ക് സ്ട്രെപ്റ്റിഡിൻ എന്ന് വിളിക്കാം. സ്ട്രെപ്റ്റിഡിൻ എന്ന് വിളിക്കാം. പിന്നെ ഒരു സ്ട്രെപ്റ്റോസ് ഷുഗർ ഉണ്ട്. അത് കൂടാതെ N-മീഥൈൽ L-ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ N-മീഥൈൽ L-ഗ്ലൂക്കോസമീൻ പോർഷനും സ്ട്രെപ്റ്റോസും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് സ്ട്രെപ്റ്റോബയോസമീൻ. ഓക്കെ, അത് ഓർക്കുക. അതായത് ഈ 2 സ്ട്രക്ചേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വിളിക്കുന്നതാണ് സ്ട്രെപ്റ്റോബയോസമീൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ N-മീഥൈൽ ഗ്ലൂക്കോസമീൻ വരുന്നുണ്ട്, പിന്നെ സ്ട്രെപ്റ്റിഡിൻ വരുന്നുണ്ട്, സ്ട്രെപ്റ്റോസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വരുന്നതിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സ്ട്രെപ്റ്റിഡിൻ എന്ന് പറയുന്ന പോർഷനാണ്. സ്ട്രെപ്റ്റിഡിൻ, ഇതാണ് സ്ട്രെപ്റ്റിഡിൻ പാർട്ട്. ഓക്കെ, ഇതാണ് സ്ട്രെപ്റ്റിഡിൻ പാർട്ട് വരിക. അപ്പോൾ സ്ട്രെപ്റ്റിഡിന്റെ പ്രത്യേകത അത് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് അതൊരു സൈക്ലോഹെക്സൈൻ ഡിറൈവ്ഡ് അമിനോസൈക്ലിറ്റോൾ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താണ് അതിൽ വരുന്നത്, സൈക്ലോഹെക്സൈൻ പോർഷൻ വരുന്നത്. ഇതാണ് സൈക്ലോഹെക്സൈൻ പോർഷൻ. ഓക്കെ, സൈക്ലോഹെക്സൈൻ പോർഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഒരു അമിനോസൈക്ലിറ്റോൾ ന്യൂക്ലിയസ് ആണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെപ്റ്റിഡിൻ എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റിഡിന്റെ പ്രത്യേകത അതിൽ 2 ഗ്വാനിഡിനോ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇതാണ് ഗ്വാനിഡിനോ ഗ്രൂപ്പ്. ഓക്കെ, ഇതൊരു ഗ്രൂപ്പ്, അതേപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രെപ്റ്റിഡിന്റെ പ്രത്യേകത അതിൽ എന്താണ്, ഒരു സൈക്ലോഹെക്സൈൻ ഡിറൈവ്ഡ് അമിനോസൈക്ലിറ്റോൾ ന്യൂക്ലിയസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ 2 ഗ്വാനിഡിനോ ഗ്രൂപ്പ് ഉണ്ടാവും. ഇതാണ് 2 ഗ്വാനിഡിനോ ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രെപ്റ്റിഡിന്റെ പ്രധാനമായിട്ട് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് കാണാം ഇവിടെ അമിനോ ഗ്രൂപ്പ്സ് കുറെ ഉണ്ട് അല്ലെ, റിച്ച് ഇൻ അമിനോ ഗ്രൂപ്പ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അതായത് പറയുകയാണെങ്കിൽ 1 2 3 4 4 അമിനോ ഗ്രൂപ്പ്സ് കൃത്യമായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മോളിക്യൂളിലെ കംപ്ലീറ്റ് മോളിക്യൂളിന്റെയും കുറച്ചും കൂടി ഹൈലി ബേസിക് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പോർഷൻസും ഈ ഒരു സ്ട്രെപ്റ്റിഡിനിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഓർക്കുക, അതായത്
ഈ അമിനോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഈ മോളിക്യൂളിനെ ഹൈലി ബേസിക് ആകുന്നു, അതേപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കുന്നതും ഈ അമിനോ ഗ്രൂപ്പ്സ് ആണ്. അതേപോലെ തന്നെ 30s റൈബോസോമൽ സബ് യൂണിറ്റിൽ ഇന്ററാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു റീജിയൻ ആണ് റെസ്പോൺസിബിൾ. ഓക്കെ, അപ്പോൾ ഓർക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞത് സ്ട്രപ്റ്റിഡിൻ ആണ് വരുന്നത്. ഇതാണ് സ്ട്രപ്റ്റിഡിന്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ എന്താണ്, ഒരു അമിനോ സൈക്ലിറ്റോൾ റിംഗ് മൊത്തത്തിൽ പറയാം, അല്ലെങ്കിൽ ഒരു സൈക്ലോ ഹെക്സൈൻ ഉണ്ട്, പിന്നെ 2 ഗ്വാഡിനോ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഓ ലിങ്കേജ്, ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് ഈ സ്ട്രപ്റ്റിഡിൻ സ്ട്രപ്റ്റോസിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതും കൂടി ഓർത്ത് വെക്കുക. ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് സ്ട്രപ്റ്റിഡിൻ സ്ട്രപ്റ്റോസിലേക്ക് കണക്ട് ആവുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്ട്രപ്റ്റോസ് ആണ്. അതൊരു ആക്ച്വലി ഷുഗർ ആണ്, 5 മെമ്പേർഡ് ആയിട്ടുള്ള ഷുഗർ ആണ് വരുന്നത്. അത് നമ്മൾ പെൻഡോസ് ഷുഗർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് വരിക 5 മെമ്പേർഡ് ആയിട്ടുള്ള പെൻഡോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ സ്ട്രപ്റ്റോസ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പറയുകയാണെങ്കിൽ ഒന്ന് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. ഓക്കെ, CHO ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. കൂടാതെ മീത്തൈൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് CHO ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഇത് CH3 ഗ്രൂപ്പാണ്, അതേപോലെ തന്നെ OH ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ പോർഷൻ ആണ്, സെൻട്രൽ ആയിട്ടുള്ള ഒരു ഷുഗർ ലിങ്കേജ് അല്ലെങ്കിൽ ഒരു പെൻഡോസ് ഷുഗർ പോർഷൻ ആണ്. അതിൽ 3 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഒന്ന് CH3, ഒന്ന് OH, ഒന്ന് CHO ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സെൻട്രൽ പോർഷൻ എന്ന് പറയാൻ കാരണം ഈ നമ്മുടെ സ്ട്രപ്റ്റോസ് ഷുഗർ ആണ് നമ്മുടെ സ്ട്രെപ്റ്റിഡിനിലേക്ക് ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ N മീഥൈൽ L ഗ്ലൂക്കോസാമീനിലേക്കും ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു N മീഥൈൽ L ഗ്ലൂക്കോസാമീനെയും സ്ട്രെപ്റ്റിഡിനെയും കൂടെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രപ്റ്റോസ് എന്ന് പറയുന്ന ഷുഗർ ആണെന്ന് നമുക്ക് പറയാം. കണക്ഷൻ വരുന്നത് ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണെന്നും പറയാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വരുന്ന ഡിസ്കസ് ചെയ്തു സ്ട്രപ്റ്റോസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോർഷൻ ആണ് N മീഥൈൽ L ഗ്ലൂക്കോസമീൻ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇതെന്താണ്, ഇതൊരു അമിനോ ഷുഗർ പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് അമിനോ ഷുഗർ ആണ്. ഓക്കെ, അമിനോ ഷുഗർ പോർഷൻ ആണ് വരുന്നത്. അതിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ N മീഥൈൽ അമിനോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ NHCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാവും. NHCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് NHCH3 ഗ്രൂപ്പ്. അത് കൂടാതെ തന്നെ മൾട്ടിപ്പിൾ ഹൈഡ്രോക്സി ഗ്രൂപ്പ്, അതായത് ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 1, 2, 3. ഓക്കെ, അങ്ങനെ 3 OH ഗ്രൂപ്പ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് സ്ട്രപ്റ്റോസിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻലി വരുന്നത്. അപ്പോൾ OH ഗ്രൂപ്പ് കൂടുതലായതുകൊണ്ട് ഈ ഒരു ഏരിയ ആണ് ഈ ഒരു ഡ്രഗിന്റെ പൊളാരിറ്റിക്ക് അഡീഷണൽ പൊളാരിറ്റി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു N മീഥൈൽ ഗ്ലൂക്കോസമീൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ഷുഗർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് അതിന്റെ ആന്റിബയോട്ടിക് ആക്ടിവിറ്റിക്കും ഇതിന് പങ്കുണ്ട്. പ്രൊവൈഡ്സ് അഡീഷണൽ പൊളാരിറ്റി ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ആന്റിബയോട്ടിക് ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്ട്രക്ചർ വരുന്നത് സ്ട്രെപ്റ്റോമൈസിന്റെ. ഓർക്കുക 3 മെയിൻ പാർട്ടാണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. 3 പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സ്ട്രപ്റ്റിഡിൻ പോർഷൻ. ഓക്കെ, സ്ട്രപ്റ്റിഡിൻ പോർഷൻ ഇത് സൈക്ലോ ഹെക്സൈൻ ചെയിൻ, കൂടാതെ 2 ഗ്വാഡിനോ ഗ്രൂപ്പ്. ഓക്കെ, ഗ്വാനിഡിനോ ഗ്രൂപ്പ് അതൊന്നാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള പെൻഡോസ് ഷുഗർ. അതിൽ 3 ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒന്ന് CH3, ഒന്ന് CHO, പിന്നെ ഒന്ന് OH. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് അമിനോ ഷുഗർ ആയിട്ടുള്ള N മീഥൈൽ L ഗ്ലൂക്കോസാമീൻ. അതിൽ 3 എന്താണ് OH ഗ്രൂപ്പ് വരുന്നുണ്ട്. OH അത് കൂടാതെ തന്നെ ഒരു NHCH3. ഓക്കെ, N മീഥൈൽ നൈട്രജന്റെ മേലെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, N മീഥൈൽ ഗ്ലൂക്കോസമീൻ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ആയിട്ട് വരുന്ന ഈ ഒരു N മീഥൈൽ L ഗ്ലൂക്കോസമീൻ സ്ട്രപ്റ്റോസും സ്ട്രപ്റ്റിഡിനും വരുന്നുണ്ട്. പിന്നെ N മീഥൈൽ L ഗ്ലൂക്കോസമീനും സ്ട്രപ്റ്റോസിനും കൂടെ ടുഗദർ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്ട്രെപ്റ്റോബയോസമീൻ. അതും കൂടെ ഓർക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. അപ്പൊ ഈ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് അതെന്താ ചെയ്യുന്നത്, അത് ബാക്ടീരിയസിഡിലാണ്. എന്ന് വെച്ചാൽ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വരുന്നത്. അപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ കിൽസ് ബാക്ടീരിയ. എങ്ങനെയാണ് കില്ല് ചെയ്യുന്നത്? ബൈ ഇന്റർഫിയറിംഗ് വിത്ത് പ്രോട്ടീൻ സിന്തസിസ്. ആ ബാക്ടീരിയന്റെ പ്രോട്ടീൻ സിന്തസിസിനെ ഇന്റർഫിയർ ചെയ്തിട്ടാണ് ആ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ വിളിക്കാം ബാക്ടീരിയസിഡൽ. ഓക്കെ, ബാക്ടീരിയസിഡൽ എന്ന് വിളിക്കാം. ബാക്ടീരിയസിഡൽ ആക്ഷൻ ആണ് വരുന്നത്. ഇനി ഈ ഡ്രഗ് എങ്ങനെയാണ് ഈ ഡ്രഗ് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഡ്രഗ് എൻറ്റേഴ്സ് ദി ബാക്ടീരിയൽ സെൽ ത്രൂ ആൻ ഓക്സിജൻ ഡിപ്പെൻഡന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഡ്രഗ് ബാക്ടീരിയയുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഒരു ഓക്സിജൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സഹായത്തോടെയാണ്. അത് ഓർക്കുക. അപ്പോൾ സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തി, സെല്ലിനുള്ളിലേക്ക് എത്തിയതിനു ശേഷം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ബൈൻഡ്സ് ഇറിവേഴ്സിബിളി ടു 30S റൈബോസോമൽ സബ് യൂണിറ്റ്. അപ്പോൾ ബാക്ടീരിയന്റെ സെല്ലിന്റെ ഉള്ളിലെത്തി, സെല്ലിന്റെ ഉള്ളിലെത്തിയതിനു ശേഷം അവിടുന്ന് 30S റൈബോസോമൽ സബ് യൂണിറ്റിൽ ഇറിവേഴ്സിബിളി ബൈൻഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ ബൈൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് സംഭവിക്കുന്നത് മിസ്റീഡിംഗ് ഓഫ് ബാക്ടീരിയൽ mRNA. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്ടീരിയന്റെ പ്രോട്ടീൻ സിന്തസിസിലാണ് ഇന്റർഫിയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇന്റർഫിയർ നോക്കാം. ആദ്യം mRNA മിസ്റീഡ് ചെയ്യും. അപ്പോൾ മിസ്റീഡ് ചെയ്യുന്ന സമയത്ത് tRNA അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ ആയിരിക്കും കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ട് അമിനോ ആസിഡ് അവിടെ വരുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന പ്രോട്ടീൻ ചെയിനിൽ എന്താണ് ഇൻഹിബിഷൻ നടക്കും. കാരണം അവിടെ എന്താണ് മാൾ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, പ്രോട്ടീൻ സിന്തസിസിലേക്ക് ഇൻഹിബിഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബാക്ടീരിയ ഫൈനലി കില്ലാവും. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത് അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യം 30S റൈബോസോമൽ സബ് യൂണിറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. അതിനുശേഷം mRNA ബാക്ടീരിയൽ mRNA മിസ്റീഡ് ചെയ്യും. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ് അതിലേക്ക് വന്നു ചേരുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ സിന്തസിസ് എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീന്റെ പ്രത്യേകത, ഈ പ്രോട്ടീൻ ബാക്ടീരിയന്റെ ഗ്രോത്തിന് അത്രയോ ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആയിരിക്കും. അങ്ങനെ ആ പ്രോട്ടീന്റെ ഇൻഹിബിഷൻ നടക്കുമ്പോൾ ആ പ്രോട്ടീൻ അവിടെ ഫോം ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ടീരിയന്റെ സെൽ ഡെത്തിലേക്ക് നടക്കും. അങ്ങനെയാണ് ഈ സ്ട്രെപ്റ്റോമൈസിൻ ബാക്ടീരിയസിഡൽ ആക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിസം കഴിഞ്ഞു, സ്ട്രക്ചർ കഴിഞ്ഞു. നമുക്ക് അടുത്ത നോക്കാം. അടുത്ത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ആഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നോക്കാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഓട്ടോ ടോക്സിറ്റി അല്ലെങ്കിൽ ഇയർ ടോക്സിറ്റി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് കോക്ലിയർ ഡാമേജ്, ഹിയറിംഗ് ലോസ് വരാം. അതേപോലെ തന്നെ ഡിഫിക്കൽട്ടി ഹിയറിംഗ് ഹൈ ഫ്രീക്വൻസി സൗണ്ട്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് നീങ്ങാം. അതേപോലെ തന്നെ വെസ്റ്റിബുലാർ ഡാമേജ് നടന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഡിസ്നെസ്, ലോസ് ഓഫ് ബാലൻസ്, വേർട്ടിഗോ, അൺസ്റ്റഡി വാക്കിംഗ് ഒക്കെയാണ് മെയിൻലി വരുന്നത്. ഈ ഓട്ടോടോക്സിറ്റി, സ്ട്രെപ്റ്റോമൈസിൻ കാരണം ഉണ്ടാവുന്ന ഓട്ടോടോക്സിറ്റി പെർമനന്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, പിന്നെ വരുന്ന ടോക്സിറ്റി ആണ് കിഡ്നി ടോക്സിറ്റി, നമ്മൾ നെഫ്രോ ടോക്സിറ്റി എന്ന് പറയും. അലർജിക് റിയാക്ഷൻസ് ലൈക്ക് റാഷസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻലി വരുന്ന ആഡ്വേഴ്സ് എഫക്ട്സിൽ ഓഫ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂസസ് ആണ്. പ്രധാനമായിട്ടും ട്യൂബർക്ലോസിസ്, എസ്പെഷ്യലി ഇൻ കോമ്പിനേഷൻ തെറാപ്പി, അതേപോലെ തന്നെ റെസിസ്റ്റന്റ് കേസസ്. ഓക്കെ, ട്യൂബർക്കുലർ ബാക്ടീരിയ അല്ലെങ്കിൽ ഡ്രഗ് റെസിസ്റ്റന്റ് കേസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ സ്ട്രെപ്റ്റോമൈസിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബ്രൂസെല്ലോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് ബ്രൂസെല്ല ബ്രൂസെല്ലോസിസിനെതിരെയും യൂസസ് വരുന്നുണ്ട്. പിന്നെ പ്ലേഗ് കണ്ടീഷനിൽ മെയിൻലി കോസ്ഡ് ബൈ യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗാനിസം കോസ് ചെയ്യുന്ന പ്ലേഗ് കണ്ടീഷനിലും ഒരു സ്ട്രെപ്റ്റോമൈസിൻ പ്രധാനപ്പെട്ട യൂസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഡ്രഗ് അമിനോ ഗ്ലൈക്കോസൈഡിൽ വരുന്ന സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഡ്രഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി സ്ട്രക്ചർ ബേസ്ഡ് ആണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ആഡ്വേഴ്സ് റിയാക്ഷൻസും യൂസസും മെക്കാനിസം ആക്ഷനും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ആദ്യം തന്നെ എന്താണ് നമ്മുടെ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന 3 പാർട്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 3 പാർട്സും അതിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. 30S റൈബോസോമൽ സബ് യൂണിറ്റിൽ ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്ടീരിയസിഡൽ ആക്ഷൻ ആണ് വരുന്നത്. പിന്നീട് വരുന്നതാണ് ആഡ്വേഴ്സ് എഫക്റ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് ഓട്ടോടോക്സിറ്റി ആണ്. അപ്പോൾ അതും ഓർത്ത് വെക്കുക. പിന്നെ യൂസസും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.